ഈ ഖുർആൻ പറഞ്ഞ താക്കീതുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ മുന്നറിയിപ്പുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന് 23 വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തത് ഖുർആൻ പറഞ്ഞ ഈ താക്കീതുകളെ കുറിച്ചായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ എടുത്തു നോക്കിയാൽ അള്ളാഹുവിന് 99 പേരുകൾ ഉള്ളതുപോലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 99 പേരുകളുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാം 99 പേരുകൾ. ചില ഖുർആനിന്റെ ആദ്യം അള്ളാഹുവിന്റെ പേരുകൾ ഖുർആൻ അവസാനിക്കുമ്പോൾ പ്രവാചകന്റെ പേരുകൾ എഴുതിയ കിതാബുകൾ, ഖുർആനുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ചില പേരുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഖുർആനിൽ കാണാം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചില പേരുകൾ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും വല്ലാത്ത ചർച്ചയാണ്. എന്തിനെ കുറിച്ചാണ്? പ്രസവിക്കുന്നതിന് മുമ്പേ മക്കളുടെ പേര് കണ്ടെത്തുകയാണ്. പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉപ്പയുടെ പേരിന്റെയും ഉമ്മയുടെയും പേരിന്റെയും ഒന്നാമത്തെ അക്ഷരം വേണമെന്ന് കരുതിയിട്ട് എന്റെ പ്രിയമുള്ളവരെ, അർത്ഥം പോലും നോക്കാതെ ഞാനും നിങ്ങളും മക്കൾക്ക് പേരിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിന്റെ മക്കൾക്ക് അള്ളാഹു നിനക്ക് സമ്മാനമായി തന്ന നിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നീ പേരിടുമ്പോൾ ആ പേര് അള്ളാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുകളിൽ എവിടെയെങ്കിലും ആ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വേണം മക്കൾക്കിടാൻ. അള്ളാന്റെ റസൂലിന്റെ പേരുകൾ 99 പേരുകളുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ആരെങ്കിലും തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ മാതാപിതാക്കൾ നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാരണം മുഹമ്മദ് എന്ന് പേരിട്ടാല്, മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാല് ആ മനുഷ്യൻ നാളെ പ്രവാചകന്റെ അതിഥിയായി സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് പേരിടുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നാ അർസൽനാക ശാഹിദാ. മുഹമ്മദ് ഷാഹിദ് എന്ന പേര് അർത്ഥം പോലും നീ നോക്കണ്ട. ഒരു ഉസ്താദിനോടും അതിന്റെ അർത്ഥം എന്താണെന്ന് നീ ചോദിക്കണ്ട. കാരണം അത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാണ്, ലോകത്തിന്റെ നേതാവിന്റെ പേരാണ്. മുഹമ്മദ് ഷാഹിദ് എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് നദീർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് ദാഴി എന്ന പേരുണ്ടല്ലോ, മുബസ്സിർ എന്ന പേരുണ്ടല്ലോ, സിറാജ് എന്ന പേരുണ്ടല്ലോ, മുനീർ എന്ന പേരുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരുകളാണ്. ഇതെല്ലാം അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ പേരുകളാണ്. ഈ പറയുന്ന പേരുകളിൽ ഒരു പേര് കാണാ, മുബശ്ശിറൻ വനദീറാ. അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു, ഒരു ഓർമ്മപ്പെടുത്തലുകാരനായിരുന്നു, ഒരു താക്കീത് നൽകാൻ കടന്നു വന്ന പ്രവാചകനാണെന്ന് എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന താക്കീതുകൾ 12 താക്കീതുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ വയത് കേൾക്കുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല. ഈ പറയുന്ന താക്കീതുകൾ, ഈ പറയുന്ന മുന്നറിയിപ്പുകളുണ്ടല്ലോ, ഇത് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് ഹൃദയത്തിനകത്ത് ഇറക്കാനുള്ളതാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാ. അല്ലാതെ സാധാരണ വയത് തള്ളിക്കളയുന്നത് പോലെ
സാധാരണ വഅദ് വിലയിരുത്തുന്നത് പോലെ വിലയിരുത്തല്ലേ. ഇത് നിസാരമായി നിങ്ങൾ തള്ളിക്കളയല്ലേ. നിങ്ങളെങ്ങാണം ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളഞ്ഞാൽ അവസാനം എവിടെയെങ്കിലും കടന്ന് കാഫിറുകൾ ചത്തുപോകുന്നത് പോലെ നിനക്ക് ചാകേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തരുകയാണ്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, നമുക്ക് സമയം വളരെ കുറവാ. ഈ പറയുന്ന 10 മണിക്കിടയിലെല്ലാം പറഞ്ഞിട്ട് 50 കൊല്ലം ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് 50 കൊല്ലത്തെ പാപം പുറക്കുന്ന സൂറത്ത് ഓതിയിട്ട് നമുക്ക് തൗബ ചെയ്ത് പിരിയാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹു നമ്മളോട് പറഞ്ഞു തരുന്ന, സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളോട് പറഞ്ഞു തരുന്ന താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹു നമ്മളോട് പറയുന്നു, മനുഷ്യാ, നിന്റെ വിശ്വാസത്തിന് നീയൊന്ന് ഉറപ്പിക്കണേ. നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കണേ. നീ ശിർക്ക് ചെയ്യല്ലേ, നീ അല്ലാഹുവിനോട് പങ്കു ചേർക്കല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളോട് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളും സഹോദരിമാരും ചിന്തിക്കും, ഉസ്താദേ, ഞങ്ങളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്, ഞങ്ങളാരും ശിർക്ക് ചെയ്യാറില്ല, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായത് കൊണ്ടാണല്ലോ ബഅദ് കേൾക്കാൻ വന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങളോട് പടച്ചവനോട് പങ്കു ചേർക്കല്ലേ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാണ്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവേ, ഒരു സുന്ദരനായ ഒരു മനുഷ്യന് കടന്നു വരികയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ സഹാബത്തിന്റെ ഇടയിലൂടെ നടന്ന ആ മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. ആ മനുഷ്യനാ മതി, ആ നാട്ടുകാരനല്ല. ആ മനുഷ്യനെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. യാത്രക്കാരനല്ല. കാരണം വസ്ത്രത്തിലെങ്ങും ഒരു യാത്രയുടെ അടയാളം കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് സലാം പറയുകയാ. എന്നിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് അതാ തന്റെ കാൽമുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് 2 കൈയും എടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തുടയിലടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും അറിയാ ഈമാൻ കാര്യമെന്ന് പറഞ്ഞാൽ എന്താ. 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനാണ് ഈമാൻ കാര്യമെന്ന് പറയുന്നത്. 1 അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, 2 അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, 3 അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, 4 അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കല്, 5 അന്ത്യദിനത്തിൽ വിശ്വസിക്കല്, 6 വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ പറയുന്ന 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ, യഥാർത്ഥ ഈമാനുള്ളവനാകൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ ഒരു മനുഷ്യനും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ ലോകം ഒരു ദിവസം തകരുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ 6ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് നമ്മളിൽ പലർക്കും പിഴച്ചു പോകുന്നത്, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. 6ാമത്തെ കാര്യമെന്തേ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്.